നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടപടി വരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച ബംഗാളി നടി ശ്രീലേഖ മിത്രയിൽ നിന്നും സംസ്ഥാന പോലീസ് മൊഴിയെടുക്കും. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നറിയാനാണ് പോലീസിന്റെ ശ്രമം. പോലീസിനോട് പരാതി പറയുന്നതിൽ നടി വിമുഖത കാണിക്കുകയും നിയമ നടപടിയില്ല എന്ന് പറയുകയും ചെയ്താൽ രഞ്ജിത്തിനെ രക്ഷിച്ചെടുക്കാനുള്ള അവസരമായി സർക്കാർ അതിനെ കാണും. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി അഭിനേത്രി ശ്രീലേഖ മിത്ര നടത്തിയ ആരോപണത്തിലാണ് പ്രതികരിച്ച സംവിധായകൻ ഭദ്രൻ രംഗത്ത് വന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരുന്ന ആരോപണത്തെ നേരിടുന്നത് ശരിയല്ല എന്നും രഞ്ജിത്ത് രാജിവെച്ച ആരോപണത്തെ നേരിടണം എന്നും ഭദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ നിമിഷം രഞ്ജിത്ത് രാജ്യസന്നദ്ധ മറ്റംഗങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അക്കാദമിയിലെ മറ്റംഗങ്ങളോട് അറിയിച്ചിരിക്കുകയാണെന്നാണ് വിവരം. ഏത് നിമിഷവും അത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നേക്കാം. എന്തായാലും രാജിവെച്ചു എന്ന് തന്നെയാണ് ഈ നിമിഷം മനസ്സിലാകുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത്. രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തെ നേരിടണമെന്നും അദ്ദേഹം കേവലം ഒരു സംവിധായകനോ തിരക്കഥാകൃത്തോ മാത്രമല്ല, ഇരിക്കുന്ന പദവിയുടെ ഗൗരവവും മാനിക്കണം. രഞ്ജിത്തിനെ അനാവശ്യമായി മന്ത്രി സജി ചെറിയാൻ സംരക്ഷിക്കുന്ന തോന്നൽ ഉണ്ടാകുമെന്നും ഭദ്രൻ പറഞ്ഞു. അതേസമയം സ്ത്രീകളുടെ കാര്യത്തിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട സമയമാണെന്ന് നടി ഉർവശി പ്രതികരിച്ചു. ആ സിനിമയുടെ എല്ലാ മേഖലയിലുമുള്ള പുരുഷന്മാർക്ക് അപമാനകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ സംഘടന ശക്തമായ നടപടി സ്വീകരിക്കണം. അന്യഭാഷയിലെ ഒരു നടിയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഭാഷയിലും അതിന്റെ ചലനം ഉണ്ടാകും. സിദ്ദിഖ് സംസാരിച്ചത് താൻ കേട്ടെന്നും ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞത് ഇനിയും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്തായാലും സിദ്ദിഖും ഈ നിമിഷം രാജിവെച്ചിരിക്കുകയാണ്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുമാണ് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുവനടി നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് അതീവ ഗൗരവമുള്ള കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള ഈ തുറന്നു പറച്ചിലാണ് കഴിഞ്ഞ ദിവസം ആ നടി തനിക്കുണ്ടായ അനുഭവം തുറന്നു പറയുന്നത്. തനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് ഈ കാര്യങ്ങൾ. കൃത്യമായി തന്നെ ഈ സിദ്ദിഖിനെതിരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. തനിക്കിനി ഒരു ചുക്കും സംഭവിക്കാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്നിരിക്കുന്നത്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് ഇപ്പോൾ രാജി വെച്ചിരിക്കുന്നത്.